കോഴിക്കോട് നിന്നുള്ള തീപിടുത്തത്തിന്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഗുഡ് ഈവനിംഗ് കേരളത്തിൽ ആദ്യം കടക്കുന്നത്. ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ചേതൻ, നിലവിലത്തെ അവസ്ഥ എന്താണ്? ഏകദേശം 5:30 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ തീ വ്യാപിച്ചതിനാൽ തീ അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. കനത്ത പുകയാണ് ഇപ്പോൾ സ്ഥലത്ത് വെല്ലുവിളിയായി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലത്തെ അവസ്ഥ? അതെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 നില കെട്ടിടമാണ്. അതിൽ 2ാം നിലയും 3ാം നിലയും തീ പൂർണ്ണമായും ആളി കത്തിയിട്ടുണ്ട്. ഇനി ഈ പ്രധാനമായും ഫയർഫോഴ്സ് സംഘം നോക്കുന്നത് ഈ തീ 1ാം നില ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തീ എത്താതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പ്രധാനമായും ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനമായ വെല്ലുവിളി ഉയർത്തുന്നത്. കനത്ത നല്ല കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ആയതിനാൽ തീ അണച്ച ശേഷം വീണ്ടും ഈ കാറ്റ് കാരണം തീ വീണ്ടും കത്തുകയാണ് ചെയ്യുന്നത്. ഏതായാലും 12-13ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ 12-13ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളോളം ഇവിടെ എത്തിയിട്ടുണ്ട്. എയർഫോഴ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു എമർജൻസി വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രി കാലമായതിനാൽ അതാണ് ചേതൻ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 5:30 മണിയോട് കൂടിയായിരുന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് തീ പിടിച്ചെന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ കോഴിക്കോട് മീഞ്ചന്ത ബീച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലത്തു നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തുന്നു. തീ അണയ്ക്കാനുള്ള വലിയ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോഴും നേരത്തെ ചേതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്ന സ്ഥലത്ത് നല്ല കാറ്റായിരുന്നു. ആ കാറ്റ് തീ പടർന്ന് പിടിക്കുന്നതിൽ മറ്റ് കെട്ടിടങ്ങളിലേക്ക് അടക്കം തീ വ്യാപിക്കുന്നതിന് കാരണമായി. അത്തരത്തിൽ 3 നിലകളിലുള്ള കെട്ടിടത്തിൻ്റെ 2 നിലകൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ രീതിയിലുള്ള പുകയാണ് സംഭവ സ്ഥലത്തുണ്ടായത്. ഏതായാലും ഞായറാഴ്ച ആയതിനാൽ തന്നെ ആ കെട്ടിടത്തിലെ ബാക്കി കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. നേരത്തെ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും തൊഴിലാളികളുണ്ടായിരുന്നോ? ടെക്സ്റ്റൈൽസ് തുറന്ന് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആളപായം ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് പുക വമിച്ചതിനെ തുടർന്ന് തന്നെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം തന്നെ പുറത്തേക്ക് ഓടുന്ന നിലയായിരുന്നു. അതിനുശേഷമാണ് തീ വലിയ രീതിയിൽ പടർന്നു പിടിച്ചത്. അതിനു തന്നെ ആർക്കും ആളപായമില്ല, ഒരു പൊള്ളൽ പോലും ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. വലിയ ഒരു ടെക്സ്റ്റൈൽ ശൃംഖല പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. 3 നിലകളിലുള്ള കെട്ടിടമാണ്. ഈ 3 നിലകളിലും ഈ ടെക്സ്റ്റൈൽസിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഹോൾസെയിൽ ഷോറൂമാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ചേതൻ സാജനുണ്ട്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തത്സമയം കാണാം. ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ചേതൻ, തീ പൂർണ്ണമായും അണയ്ക്കാൻ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായും ഈ നിമിഷം തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ആകെ 3 നില കെട്ടിടമാണ്. അതിൽ 3ാമത്തെയും 2ാമത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രധാനമായും ഇവിടെ തുണിക്കടയാണ് ഉണ്ടായത്. തുണിത്തരങ്ങളൊക്കെ സ്വാഭാവികമായും എളുപ്പം കത്താവുന്ന ഒരു സാധനമാണ്. തുണികളൊക്കെ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു കാണുന്നത് ഏകദേശം 5 മണിയോടുകൂടിയാണ് ഇവിടെ തീപിടുത്തം ആരംഭിച്ചതോടുകൂടി ഈ കച്ചവട കേന്ദ്രത്തിലുണ്ടായ ജീവനക്കാരൊക്കെ ഇറങ്ങി ഓടുകയായിരുന്നു. ആയതിനാൽ വലിയൊരു ആളപായത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഈ കടക്കാരൊക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് എത്താനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ പോലീസ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഈ ഭാഗത്തേക്ക് കടക്കരുത്. ഈ പ്രദേശത്ത് നല്ല രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടലുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയൊരു പൊട്ടിത്തെറിയുടെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഈ ഗ്യാസൊക്കെ ഉള്ളതിനാൽ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം
പൂർണ്ണമായും വിലയിരുത്തിയത് മികച്ച രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സന്നാഹങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തീ അണക്കുവാൻ വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അടിയന്തര വാഹനവും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ സൃഷ്ടിക്കുന്നത് കാറ്റാണ്. നല്ലപോലെ ഈ മേഖലയിൽ കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുന്നതിനാൽ തീ അണച്ചിട്ടും വീണ്ടും തീ ആളിപ്പടരുകയാണ്. തീ അണച്ചിട്ടും വീണ്ടും തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ കൂടുതൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കച്ചവട കേന്ദ്രത്തിൽ ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഗ്യാസ് സിലിണ്ടറിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സ്വാഭാവികമായും പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പോലീസ് ഇവിടെ എമർജൻസി അതായത് മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക് ആരും പ്രവേശിക്കരുത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ പൂർണ്ണമായും അറച്ച ശേഷം മാത്രമേ ഇവിടെ എത്ര രൂപയുടെ നാശനഷ്ടമൊക്കെ ഉണ്ടാവൂ. അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ഇവിടെ നോക്കിക്കാണേണ്ടത് എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി. അതായത് വിനിഷ, പ്രാഥമിക വിവരപ്രകാരം ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് ഉണ്ടായത് എന്ന് നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം. പക്ഷേ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നുമില്ല. ഈ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. തീ അണച്ച ശേഷം അവരിവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നതായിരിക്കും. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ ആളുകൾ വല്ലതും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ നിമിഷം നിൽക്കുന്ന വിവരപ്രകാരം ഇവിടെ ആളുകളൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഈ കച്ചവട കേന്ദ്രത്തിലെ ജീവനക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു. അതുപോലെ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഞായറാഴ്ച ദിവസമാണ്, അവധിയാണ്. നല്ല രീതിയിൽ വൈകിട്ട് 5 മണി സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ജനസാന്ദ്രത, ജനങ്ങളൊക്കെ ഈ ജോലി കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ആ തത്സമയ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത്രത്തോളം തീ ഉണ്ടായിരുന്നില്ല. കൂടുതൽ തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് അവിടെ സ്വീകരിക്കുന്നത്? അതെ, ഇപ്പോഴും വിനിഷ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തീപിടുത്തം അത് നേരത്തെ ഒരു പരിധിവരെ അണച്ചതാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഈ തീ അണക്കുന്തോറും ഈ കാറ്റ് കാരണം വീണ്ടും ആളിപ്പടർന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇക്കോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സമീപത്തെ ജില്ലകളിൽ നിന്ന് പോലും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നുണ്ട്. വലിയ രീതിയിലൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതിനാൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും